ഒമാനിലെ മസ്കറ്റിൽ വെച്ച് നടന്ന ചർച്ചകൾക്ക് പിന്നാലെ ഇറാനുമേൽ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുന്നതിനായി 14 കപ്പലുകളെയാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവായ ടോമി പിഗോട്ട് പറയുന്നതനുസരിച്ച് ഇറാൻ തങ്ങളുടെ എണ്ണ വരുമാനം കൊണ്ട് ലോകം എമ്പാടും അസ്ഥിരപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളും രാജ്യത്തിനകത്ത് അടിച്ചമർത്തലുകളും നടത്തുന്നു എന്നാണ്. അതോടെ ചർച്ചയുടെ ഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത്. അമേരിക്ക ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ഏർപ്പെടുത്തുമ്പോൾ എന്താകും അവരുടെ മറുപടി എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇറാൻ എണ്ണ കടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന 14 കപ്പലുകളെയാണ് ഉപരോധത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. തുർക്കി, ഇന്ത്യ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകളാണ് ഇതിൽ ഏറെയും. ഇവയുമായുള്ള എല്ലാ ഇടപാടുകളും തടയാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിട്ട് കഴിഞ്ഞു. 15 സ്ഥാപനങ്ങൾക്കും 2 വ്യക്തികൾക്കും അവർ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുന്നതിനായി അമേരിക്ക പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ ഉപരോധങ്ങളുടെ പട്ടികയിൽ ഒരു ഇന്ത്യൻ പൗരനും ഇന്ത്യയിൽ ആസ്ഥാനമായുള്ള ഒരു സ്ഥാപനവും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് കമ്പനിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2025 സെപ്റ്റംബർ മുതൽ നവംബർ വരെ കുറഞ്ഞത് 3 തവണയെങ്കിലും ഇറാനിയൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കടത്തിയ ഇന്ത്യ ആസ്ഥാനമായുള്ള എലിവേറ്റ് മറൈൻ മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിനും കമ്പനിയുടെ ഡയറക്ടറായ ആകാശ് ആനന്ദ് ഷിൻഡയ്ക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ പറയുന്നു. ഈ ചർച്ചയിൽ കാര്യമായ തീരുമാനങ്ങൾ ഇല്ലാതെ വന്നതോടെ ഇറാനെ അമേരിക്ക ആക്രമിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലും ദുരൂഹത വളരുകയാണ്. അതേസമയം US എംബസിയുടെ സഹായമില്ലാതെ പശ്ചിമേഷ്യൻ രാജ്യം ഉടൻ വിടാൻ അമേരിക്ക തങ്ങളുടെ പൗരന്മാരോട് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ആഴ്ച മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള മറ്റ് അമേരിക്കൻ താവളങ്ങളിലും പ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ്. കിഴക്കൻ ജോർദാനിലെ മുവാഫാഖ് സാൽട്ടി വ്യോമത്താവളം അമേരിക്കൻ സൈനിക നീക്കത്തിനുള്ള കേന്ദ്ര നോഡായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ വർഷം ജൂണിൽ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിന് മുമ്പ് കണ്ടതുപോലെ ജനുവരി അവസാനം ടാർമാർക്കിൽ 1 ഡസനോളം ജെറ്റുകൾ നിരന്നിരിക്കുന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ജനുവരി ആദ്യം മുതൽ 2 ബൊംബാർഡിയർ E-11A വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക എത്തിച്ചിട്ടുണ്ട്. ഈ ആഴ്ച മറ്റൊരു E-11A സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു അറബിക്കടലിൽ ആഴ്ചകൾക്ക് മുന്നേ USS എബ്രഹാം ലിങ്കൻ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് എത്തിയത്. ഏകദേശം 70 വിമാനങ്ങളുടെ വ്യോമവിഭാഗമുള്ള ഈ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് അമേരിക്കൻ സൈനിക ശക്തിയുടെ പ്രതീകങ്ങളിൽ ഒന്നാണ്. മറുവശത്ത് ഇറാനിയൻ സൈന്യം ഡ്രോണുകളും ഡ്രോൺ കാരിയറായ ഷാഹിദ് ബഗേരിയും മുഖേന എബ്രഹാം ലിങ്കനെ നിരീക്ഷിച്ചു വരികയാണ്. ഫെബ്രുവരി 3 ഇറാനിയൻ ഷാഹിദ് 129 ഡ്രോണുകൾ ഈ കപ്പലിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. അമേരിക്ക അവയിൽ ഒന്നിനെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തിരുന്നു. USS എബ്രഹാം ലിങ്കൻ പോലൊരു പടക്കപ്പൽ ഇറാൻ അടുത്തായി വന്ന് നിൽക്കുമ്പോൾ അതൊരു ആക്രമണത്തിന്റെ സൂചന തന്നെയാണ് നൽകുന്നത്. എന്നാൽ ഇറാൻ ഇത് കണ്ടിട്ട് ഒട്ടും പിന്നോട്ട് പോകുന്നുമില്ല. അമേരിക്കയുടെ വലിയ യുദ്ധസന്നാഹങ്ങൾ ചെലവ് കുറഞ്ഞ ചെറിയ ആയുധങ്ങൾ കൊണ്ട് തകർക്കാനാണ് ഇറാൻ പ്ലാൻ ചെയ്യുന്നത്. വില കുറഞ്ഞ ഡ്രോണുകൾ, 100 കണക്കിന് സ്പീഡ് ബോട്ടുകൾ, തീരദേശ മിസൈൽ ബാറ്ററികൾ, സബ്മറൈൻ ആക്രമണങ്ങൾ, നാവിക മൈനുകൾ ഇവയെല്ലാം ചേർത്ത് വെച്ചാണ് ഇറാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നത്. ഒരൊറ്റ ആക്രമണത്തിലൂടെ തന്നെ അമേരിക്കയുടെ കോടികൾ വിലമതിക്കുന്ന യുദ്ധക്കപ്പൽ തകർന്നേക്കാം എന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്.